സുഹൃത്തുക്കളെ, നമ്മൾ കവിശികയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ സമാഹാരമാണ് ചൂണ്ടുവിരൽ. തീർച്ചയായിട്ടും കവി രാവണ്യമാഷ് എഡിറ്ററും ഡോക്ടർ അജയ് നാരായണൻ കോർഡിനേറ്ററും എഡിറ്റോറിയൽ സഹായികയായിട്ട് വന്നിട്ടുള്ള ഒരു ഗംഭീര സമാഹാരമാണ് ഇത്. പ്രകാശനം നടത്തിയത് കരുവള്ളു മുരളിയാണ്. ജാനുവരി 30-ന് ലളിതകല അക്കാദമിയിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. 4 പുസ്തകങ്ങളെന്ന് പ്രകാശനം വന്നു. വാക്കില കവിതകൾ, വാക്കില കഥകൾ, ചൂണ്ടുവിരൽ, പിന്നെ ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് സ്റ്റെയിൻ ഓഫ് എഗണി. ഇതിൽ കുറേ സെലക്ട് ചെയ്ത ഇതിൽ 100-300 മേലെ കവിതകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റെയിൻ ഓഫ് എഗണി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്. ഞാൻ പിന്നീട് അത് സ്നാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് എല്ലാ കവിതകളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാം. ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ സ്നാപ്പ് നമ്പർ 820-ലേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ഫാസിസം തുലയട്ടെ, ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇത് അജിത്ത് രവി പെഗാസസിൻ്റെ വരികളാണ്. സ്നാപ്പ് നമ്പർ 820. ഓരോ കവിതയും നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്, തെറ്റാതിരിക്കാനാണല്ല. ഡോണ്ട് വറി. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നത് നല്ലതൊന്നുമല്ല, പക്ഷേ വെറുതെ ഡയലോഗുകൾ തെറ്റിപ്പോയിട്ട് പ്രശ്നമല്ലോ എന്ന് കരുതിയിട്ടാണ്. 820-ാമത്തെ സ്നാപ്പാണ്. നോക്കാം. ചില കവിതകളെല്ലാം താളാത്മകമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്നതും, ചിലത് മുദ്രാവാക്യം പോലെ പറയുന്നു, പ്രസംഗിക്കുന്ന പോലെ പറയുന്നു, ആക്ടിങ് സ്പേസ് ഉള്ളത് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത് ഇംപ്രവൈസേഷനാണ്. നമുക്ക് ഈ നേരത്തെ റിഹേഴ്സൽ ചെയ്ത് അതേ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പരിപാടിയല്ല. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള പോലെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ ഈ കവറാണ് പുറകിലുള്ളത്. ഓക്കെ, ഈ കവർ തന്നെയാണ് പുറകിൽ. അതിന് സ്നാപ്പിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഞാൻ 805 മുതൽ 1000 വരെയുള്ള എപ്പിസോഡുകളാണ് ഈ 5-6 ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം 30-40 എപ്പിസോഡുകളൊക്കെ ചെയ്യാന്നുള്ളതാണ്. നോക്കാം. സ്നാപ്പ് നമ്പർ 820. മനുഷ്യമൃഗങ്ങൾ വാഴുന്ന നാട്ടിൽ, സ്ത്രീയുടെ മാനം മുളയുന്ന നാട്ടിൽ, എന്തു സുരക്ഷ, എന്തു നിയമം. മനുഷ്യമൃഗങ്ങൾ വാഴുന്ന നാട്ടിൽ, സ്ത്രീയുടെ മാനം മുലയുന്ന നാട്ടിൽ, എന്തു സുരക്ഷ, എന്തു നിയമം. നാം തന്നെ കാവൽ, നാം തന്നെ രക്ഷ. നാം തന്നെ കാവൽ, നാം തന്നെ രക്ഷ. നാം തന്നെ കാവൽ, നാം തന്നെ രക്ഷ. മനുഷ്യമൃഗങ്ങൾ വാഴുന്ന നാട്ടിൽ, സ്ത്രീയുടെ മാനം മുലയുന്ന നാട്ടിൽ, എന്തു സുരക്ഷ, എന്തു നിയമം. നാം തന്നെ കാവൽ, നാം തന്നെ രക്ഷ. വേറെ ആരും കാത്തിരുന്നിട്ട് കാര്യമില്ല. സംഘടിക്കുക, സമരം ചെയ്യുക, പ്രതിഷേധിക്കുക, എതിർക്കുക. ഇതാണതിൽ മാർഗമുള്ളൂ. നമുക്ക് ഓരോ എപ്പിസോഡുകളും കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് അജിത്ത് രവി പെഗാസസിൻ്റെ വരികളാണ്. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ്റെയാണ് സ്നാപ്പ് നമ്പർ 821 വരികൾ. സുഭാഷിണി മഹാദേവൻ. ഉടലുരിഞ്ഞ് ഉയരരിഞ്ഞ് നട തുറക്കും കാമവെറികളെ, ബ്രഹ്മാസ്ത്രമേന്തി ഭാരതത്തിൻ മക്കൾ ഞങ്ങൾ. ദുർഗയായി ഭീമനായി വരുന്നുണ്ട് സംഹരിക്കുവാൻ. ഉടലുരിഞ്ഞ് ഉയരരിഞ്ഞ് നട തുറക്കും കാമവെറികളെ, ബ്രഹ്മാസ്ത്രമേന്തി ഭാരതത്തിൻ മക്കൾ ഞങ്ങൾ. ദുർഗയായി ഭീമനായി വരുന്നതുണ്ട് സംഹരിക്കുവാൻ. അതാണ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ. ആഹ്വാനമാണ്. ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ടീച്ചർ എപ്പോഴും പറയുന്നതാണ്. അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ല സംഘാടകയാണ്. ടീച്ചറുടെ ഒരു കവിതയൊക്കെ ഞാൻ പിന്നെ തുരുത്ത് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ്റെ ഈ വരികൾ അങ്ങനെയാണ്. സ്നാപ്പ് നമ്പർ 822-ലേക്കാണ് കിടക്കുന്നത്. അഡ്വക്കേറ്റ് അംബരീഷ്. അഡ്വക്കേറ്റ് അംബരീഷിൻ്റെ വരികളാണ്. അഡ്വക്കേറ്റ് അംബരീഷിൻ്റെയാണ്. നോക്കാം. ആഭാസം ആർഷ ഭാരത സംസ്കാരം. ആഭാസം ആഭാസം ആർഷ ഭാരത സംസ്കാരം. തെരുവിൽ നഗ്നയായി വലിച്ചിഴക്കപ്പെടുന്നു ദ്രൗപദി എന്ന പോൽ ഭാരത സ്ത്രീത്വങ്ങൾ.
തെരുവിൽ നഗ്നയായി വലിച്ചിഴക്കപ്പെടുന്നു ദ്രൗപദി എന്ന പോൽ ഭാരത സ്ത്രീത്വം. സഭയിലോ നാടിൻ ജനാധിപത്യ മതേതര തത്വങ്ങൾ ക്രൗര്യത്തിൻ കോമ്പല്ല് കാട്ടി അലറി അമറി നിണം നുകർന്നു മതരാഷ്ട്ര മനുവാദ സിംഹങ്ങൾ. അങ്ങനെ തെരുവിൽ നഗ്നയായി വലിച്ചിഴക്കപ്പെടുന്നു ദ്രൗപദി എന്ന പോൽ ഭാരത സ്ത്രീത്വങ്ങൾ. സഭയിലോ നാടിൻ ജനാധിപത്യ മതേതര തത്വങ്ങൾ ക്രൗര്യത്തിൻ കോമ്പല്ല് കാട്ടി അലറി അമറി നിണന്നുകർന്ന് മതരാഷ്ട്ര മനുവാദ സിംഹങ്ങൾ. അങ്ങനെ ജനാധിപത്യത്തെ ഇങ്ങനെ കടിച്ച് കീറി കോമ്പല്ലായിട്ട് ഇങ്ങനെ സിംഹങ്ങൾ വേട്ടയാടുന്ന പോലെ നമ്മുടെ മറ്റേ അശോക സ്തംഭത്തിലെ 3 സിംഹങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് സമാധാനത്തിൻ്റെ ഒക്കെ ചിഹ്നമൊക്കെ മാറി ഇങ്ങനെ മാഞ്ഞ് തന്നെയാണ്, മാന്തിപ്പറിക്കുകയാണ് ജനാധിപത്യം. അപ്പോഴാണ് അവസാനം വരി തലകുനിച്ചെൻ്റെ നാട്, തലകുനിച്ചെൻ്റെ നാട്, തലകുനിച്ചെൻ്റെ നാട്. ഉപമാനം സഹിക്കാൻ വയ്യ. ആണ് അഡ്വക്കേറ്റ് അംബരീഷ് കുറിച്ചിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 823 വരുമ്പോൾ നമ്മുടെ വർഗീസ് ആന്റണി മാഷയുടെ വരികളാണ്. ഭയങ്കര ആക്ഷേപഹാസ്യത്തിൽ വളരെ ചാട്ടുളി പോലെ കയറുന്ന വരികൾ എഴുതുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങളുടെ ടീം മുല്ലനേഴി ടീമിലാണ് വർഗീസ് ആന്റണി മാഷാണ്. നോക്കാം. 1000 മതയാനകളുടെ ശക്തിയുണ്ട്, 1000 മതയാനകളുടെ ശക്തിയുണ്ട്, പക്ഷേ കുരുടനും കുടിലനുമാണ്. ഇവിടെ എപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. ജനതയുടെ നെഞ്ചത്താണ്, പെണ്ണിന്റെ മാനത്താണ് കേറ്റം. 1000 മതയാനകളുടെ ശക്തിയുണ്ട്. നെഞ്ചളവൊക്കെ കാണിച്ച് ഭയങ്കര ശൈലിയാണല്ലോ കാണിക്കുന്നത്. പക്ഷെ കുരുടനും കുടിലനുമാണ്. എവിടെ എപ്പോൾ എങ്ങനെയെന്നറിയില്ല. ജനതയുടെ നെഞ്ചത്താണ്, പെണ്ണിന്റെ മാനത്താണ് കേറ്റം. ഭാഷക്കിങ്ങനെ ഇളകിയിട്ടുള്ള കവിതയാ. സ്നാപ്പ് നമ്പർ 823. ഓക്കെ. സ്നാപ്പ് നമ്പർ 824 കിടക്കുമ്പോൾ സുകുമാരൻ ചാലികത്തയുടെ വരികളാണ്. സുകുമാരൻ ചാലികത്ത് സാഹിത്യ അക്കാദമിയിലെ അംഗത്വത്തിലുള്ള ആളാണ്. നീ നാട്ടിച്ച പെണ്ണിന്റെ മണ്ണിലൂടെ ഒരു കൂട്ടം പേരുകൾ ഇന്ത്യയാവും. നീ നാട്ടിച്ച പെണ്ണിന്റെ മണ്ണിലൂടെ ഒരു കൂട്ടം പേരുകൾ ഇന്ത്യയാകും. ഒരു പെണ്ണിന്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന ചോരക്കളങ്ങൾ ഉറുമിയാകും. ഒരു പെണ്ണിന്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന ചോരക്കളങ്ങൾ ഉറുമിയാകും. പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, ഫൈറ്റിംഗ് എനർജിയാണ് തരുന്നത്. ആണ് സുകുമാരൻ ചാലികത്തയുടെ കവിതയുടെ പ്രത്യേകത. സ്നാപ്പ് നമ്പർ 825 കിടക്കുമ്പോൾ സന്തോഷ് വാര്യർ പന്തളിയന്റെ കവിതയാണ്. സന്തോഷ് വാര്യർ പന്തളിയൻ. ഓക്കെ, നോക്കാം. സന്തോഷ് വാര്യർ പന്തളിയൻ. ഭയമാണെനിക്ക് പരുക്കൻ ജഗത്തിന്, ഭയമാണെനിക്ക് പരുക്കൻ ജഗത്തിന്, വെറുപ്പിൻ കറുപ്പ് രുചിച്ച ലോകത്തിന്, വെറുപ്പിൻ കറുപ്പ് രുചിച്ച ലോകത്തിന്. ഭയമാണെനിക്ക് പകലിന് രാവിലെ, ഭയമാണെനിക്ക് പകലിന് രാവിലെ, ദുസ്വപ്ന മേഘങ്ങളാളുന്ന നിദ്രയെ, ദുസ്വപ്ന മേഘങ്ങളാളുന്ന നിദ്രയെ,
ഭയമാണ് എനിക്ക് മരണം വിതച്ച് മരണം കൊയ്യുന്ന മാരകനീതിയെ. ഭയമാണ് എനിക്ക് മരണം വിതച്ചു മരണം കൊയ്യുന്ന മാരകനീതിയെ. ഭയമാണെനിക്ക് ഈ മാരകനീതിയെ. ഭയമാണെനിക്ക്. അല്ലാത്ത ഒരു സൈക്കിക് ഇതാണ് വരുന്നത്. അല്ലാത്ത അവസ്ഥയാ. ഭയമാണെനിക്ക്. സ്നാപ്പ് നമ്പർ 826 വരുമ്പോൾ മാണിയംകുളം കെ സുബ്രന്റെ വരികളാണ്. പൊളിറ്റിക്കലാണ്. മതാന്ധത സ്ത്രീത്വത്തെ അസാധുവാക്കി ചേലകൾ വലിച്ചിഴച്ചിടുന്ന ദുശാസനന്മാർ രാജസദസ്സുകൾ പൊട്ടിച്ചിരിക്കുമ്പോൾ മണിപ്പൂരിൽ പട്ടിണിപ്പാവങ്ങൾ കേഴുന്നു. കാലം മാ നിഷാദ, അരുത് കാട്ടാള, മാ നിഷാദ എന്ന് ചൊല്ലിടുന്നു. സിവിൽ കോഡ് എന്ന മന്ത്രം അത് വേണ്ടിവിടെ. സിവിൽ കോഡ് എന്ന മന്ത്രം അത് വേണ്ടിവിടെ. കാലം ചൊല്ലിടുന്നു മാനിഷാദ, വീണ്ടും അരുത് കാട്ടാള. അതാണ് മാണിയംകുളം കെ സുബ്രന്റെ വരികൾ. സ്നാപ്പ് നമ്പർ 827 എടുക്കുമ്പോൾ ഷാഫി മുഹമ്മദ് റാവത്തർ, നമ്മുടെ കാവ്യശികയുടെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ തലങ്ങളിലെ ഏറ്റവും ഡൈനമിക് ആയിട്ടുള്ള, വളരെ അപ്ഡേറ്റ് ആയിട്ട് പോകുന്ന കവിയാണ്, സുഹൃത്താണ് ഷാഫി മുഹമ്മദ് റാവത്തർ. ഇത്തരം ക്യാമ്പയിനുകളുടെയൊക്കെ പുറകിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്നത് ഷാഫി മുഹമ്മദ് റാവത്തും കൂടിയാണ്. ഞങ്ങളൊരു വലിയ ടീമാണ്. യൂട്യൂബിലേക്കൊക്കെ കംപ്ലീറ്റ് ഈ കവിതകളെല്ലാം യൂട്യൂബിലേക്ക് അയക്കിപ്പോൾ മറ്റേ കോഡ് ഒക്കെ വെച്ചുകൊണ്ട് അത് ബാക്കിയിലെ കവിതകളുടെയൊക്കെ ഞാൻ അയച്ചിരുന്നു. ഈ കവിതകളൊന്നും മുഴുവൻ യൂട്യൂബിലേക്ക് കയറിയിട്ടില്ല. ബാക്കിയിലെ കഥകളാണ് കയറിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ ഈ കവിതകളൊക്കെ അതാത് കവികൾ ചൊല്ലി ഇങ്ങനെ യൂട്യൂബിൽ കയറ്റേണ്ടതാണ്. ഞാൻ അവർക്കുള്ള പ്രചോദനമായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. സ്നാപ്പ് നമ്പർ 827 എടുക്കുമ്പോൾ ഷാഫി മുഹമ്മദ് റാവത്തർ. ദഹനഗന്ധം പരത്തുന്നു വായുവിൽ, വിജയഘോഷം മുഴക്കുന്നു ഘാതകർ. ദഹനഗന്ധം പരത്തുന്നു വായുവിൽ, വിജയഘോഷം മുഴക്കുന്നു ഘാതകർ. അന്ത്യരോദനം കേട്ടാർത്തയായി വന്ധ്യഭാരതം നൊന്തലറിടുന്നു. അന്ത്യരോദനം കേട്ടാർത്തയായി വന്ധ്യഭാരതം നൊന്തലറിയിടുന്നു. ദഹനഗന്ധം പരത്തുന്നു വായുവിൽ, വിജയഘോഷം മുഴക്കുന്നു ഘാതകർ. അന്ത്യരോദനം കേട്ടാർത്തയായി വന്ധ്യഭാരതം നൊന്തലറിയിടുന്നു. ഷാഫി മുഹമ്മദ് റാവത്തറുടെ വരികളാണ്. സ്നാപ്പ് നമ്പർ 828 അക്ഷര ബ്രാക്കറ്റിൽ സഖി എന്നാണ് ഒരു പെന്നേമായിരിക്കും. അക്ഷരയുടെ വരികളാണ്. അക്ഷര ബ്രാക്കറ്റിൽ സഖി എന്നുണ്ട്. യുഗങ്ങളേറെ കഴിഞ്ഞിട്ടും ദ്രൗപദിമാർ വിവസ്ത്രയാക്കപ്പെടുന്നു. അന്ന് സഭാമണ്ഡലത്തിലെങ്കിൽ ഇന്ന് തെരുവോരങ്ങളിൽ. എൻ സഹോദരിമാർ തെരുവിൽ നഗ്നരാക്കപ്പെടുമ്പോൾ പൊള്ളുന്നു ഹൃദയം. എങ്കിലും നിസ്സഹായരാണ് ഇന്ന് ഇന്ത്യയുടെ മക്കൾ. എങ്കിലും നിസ്സഹായരാണ് ഇന്ന് ഇന്ത്യയുടെ മക്കൾ. അക്ഷരയുടെ വരികളാണ്. വിലാപസ്വഭാവമാണ്. വിലാപസ്വരം വേണം, അതും ഒരാഹ്വാനമാണ്. സ്നാപ്പ് നമ്പർ 829 എത്തുകയാണ്. സിന്ധു ചെന്തലോടിന്റെ വരികളാണ്. നോക്കാമോ? ഓക്കെ. ഇംഫാലൊഴുകുന്നു മുഖക്കാമ്പ് തൊട്ടു തട്ടിത്തടഞ്ഞ് തീരത്തൊരു കൂട്ടക്കരച്ചിൽ. കഥയാവുന്നതറിയാതെ ഇരുട്ട് കത്തുന്ന തലച്ചോറുമായി നിശബ്ദനാവുകൾ ചെങ്കോല് നാട്ടി
മൃതരെ കവച്ച് കടന്നു പോകുന്നു. ഇംഫാൽ ഒഴുകുന്നു. മുലക്കാമ്പ് തൊട്ട് തട്ടിത്തടഞ്ഞ് തീരത്തൊരു കൂട്ടക്കരച്ചിൽ കഥയാകുന്നതറിയാതെ ഇരുട്ട് കത്തുന്ന തലച്ചോറുമായി നിശബ്ദനാവുകൾ ചെങ്കോലു നാട്ടി മൃതരെ കവച്ചു കടന്നു പോകുന്നു. മൃതരെ കവച്ചു കടന്നു പോകുന്നു. നിശബ്ദനാവുകൾ ചെങ്കോല് നാട്ടി മൃതരെ കവച്ച് കടന്നു പോകുന്നു. സ്നാപ്പ് നമ്പർ 830 വരുന്നത്. റൂബി ഫൈസലിന്റെ വരികളാണ്. സ്നാപ്പ് നമ്പർ 830 റൂബി ഫൈസൽ. നോക്കാം. എരിഞ്ഞൊടുങ്ങിയത് മതേതരത്വം, നഗ്നമായതോ ഫാസിസ ചിന്തകൾ. എരിഞ്ഞൊടുങ്ങിയത് മതേതരത്വം, നഗ്നമായതോ ഫാസിസ ചിന്തകൾ. എന്റേതെന്നതിനെ വലിച്ചെറിയുന്നു, എന്റേതെന്നതിനെ വലിച്ചെറിയുന്നു. ഇന്ത്യ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. സ്വാർത്ഥ ചിന്ത വെടിയണം എന്നാ പറയുന്നത്. എന്റേതെന്നത് എന്തോ അതിനെ ഞാൻ വലിച്ചെറിയും. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യമാണ് ആണ് വരികൾ. നേരത്തെ റുബി ഫൈസൽ എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഒക്കെ ഈ പോസ്റ്റർ മേക്കിംഗ് മുതലുള്ള കാര്യങ്ങളിലും ഒക്കെ ഗംഭീരമായ കക്ഷിയാണ് റുബി ഫൈസൽ. മറ്റൊരാളാണ് അജിത് കുമാർ നാരായണൻ. സ്നാപ്പ് നമ്പർ 831 വരുമ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് അജിത് കുമാർ നാരായണനാണ്. ഡോക്ടർ അജയ് നാരായണൻ ഒരു ഭാഗത്ത്, അജിത് കുമാർ നാരായണൻ മറ്റൊരു ഭാഗത്ത്. വളരെ ആക്റ്റീവായിട്ടുള്ള കക്ഷികളാണ്. ഓടി നടന്ന് കാവിശികയുടെ എല്ലാ ജില്ലകളിലും കാവിശികയെ വളർത്തുന്നതിൽ രാമണി മാഷോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. എനിക്കൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ ഒരുപാട് മറ്റ് ആക്ടിവിറ്റീസിൽ കുടുങ്ങുന്ന കാരണം, അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലൊക്കെ ഞാനും ഇതിനൊപ്പം കറങ്ങുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള ദൗത്യങ്ങൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കാം. സ്നാപ്പ് നമ്പർ 831 കിടക്കുന്നത്. മതത്തിന്റെ മറവിലെ മതയാന പുറപ്പാടിൽ മനംനൊന്ത് പടയണി പടുക്കുക നാം. മതത്തിന്റെ മറവില് മതയാന പുറപ്പാടിൽ മനം നൊന്തു പടയണി പടുക്കുക നാം. മരണം വരിച്ചാലും ഉരുക്കിൻ ബലമായി പോരടിച്ചിടാം, പ്രതിരോധിക്കാം. കടമനിട്ട പാടുന്ന സ്റ്റൈലിൽ നിന്ന് പാടി വെക്കാം. മതത്തിന്റെ മറവില് മതയാന പുറപ്പാടിൽ മനം നൊന്തു പടയണി പടുക്കുക നാം. മരണം വരിച്ചാലും ഉരുക്കിൻ ബലമായി പോരടിച്ചിടാം, പ്രതിരോധിക്കാം. മരണം വരിച്ചാലും ഉരുക്കിൻ ബലമായി പോരടിച്ചിടാം, പ്രതിരോധിക്കാം. അജിത് കുമാർ നാരായണന്റെ വരികളാണ്. നല്ല ശക്തിയുണ്ട്. നിഷാന അബ്ദുള്ളയുടെ വരികളാണ്. സ്നാപ്പ് നമ്പർ 832 വരുന്നത്. നിഷാന അബ്ദുള്ളയുടെ വരികളാണ്. തുടർന്ന് അടുപ്പിച്ചുള്ള സ്നാപ്പുകളാണ്. നമുക്ക് നോക്കാം. കിരാത നടനതാണ്ഡവം ഒടുക്കുവിൻ അതിശീഘ്രമിൽ. കിരാത നടനതാണ്ഡവം ഒടുക്കുവിൻ അതിശീഘ്രമിൽ. മറുത്തതെങ്കിലേറ്റലൊട്ടും എളുപ്പമല്ല ജനവിധി. മറുത്തതെങ്കിലേറ്റലൊട്ടും എളുപ്പമല്ല ജനവിധി. കിരാത നടനതാണ്ഡവം ഒടുക്കുവിൻ അതിശീഘ്രമിൽ. കിരാത നടനതാണ്ഡവത്തിന്റെ സ്പീഡ് ഭയങ്കരമാണ്. നിത്യേന എന്നോണം മഹാദുരന്തങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ തന്നെയാണ്. മറുത്തതെങ്കിലേറ്റലൊട്ടും എളുപ്പമല്ല ജനവിധി. നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ വേണം പുതിയൊരു ജനതയെ, പുതിയൊരു ജീവിതത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് തുടർന്ന് സ്നാപ്പ് നമ്പർ 833 കിടക്കാം. ലതാറാമിന്റെ വരികളാണ്. തുടർന്ന് തന്നെ പോവാം. അന്ധരും ബധിരരും മൂകരുമായ അധികാരി സമൂഹങ്ങൾ. അന്ധരും ബധിരരും മൂകരുമായ അധികാരി സമൂഹങ്ങൾ. മണിപ്പൂർ എങ്ങോട്ട്? മണിപ്പൂർ എങ്ങോട്ട്?
അന്ധരും ബധിരരും മൂകരുമായ അധികാരി സമൂഹങ്ങൾ. മണിപ്പൂർ എങ്ങോട്ട്? അന്ധരും ബധിരരും മൂകരുമായ അധികാരി സമൂഹങ്ങൾ. അധികാരികൾ ഒരുപാടുണ്ട്. മണിപ്പൂർ എങ്ങോട്ട്? സ്നാപ്പർ നമ്പർ 834 നമ്മൾ കിടക്കുമ്പോൾ സ്വപ്ന ജയൻസിന്റെ വരികളാണ്. ലതാറാമിന്റെ വരികളാണ് നേരത്തെ നമ്മൾ കണ്ടത്. സ്വപ്ന ജയൻസ്. നോക്കാം. മതം മതിക്കുന്ന ഇന്ത്യയുടെ, നഗ്നയാക്കപ്പെട്ട ഭാരതാംബയുടെ പുതിയ ചിത്രം ഹൃദയം തകർക്കുന്നു. എഴുത്താണിക്ക് മൂർച്ച കൂട്ടാം, വാക്കും വരിയും വരയും കോർത്തു പിടിക്കാം, പൊരുതാം മതേതര ഭാരതത്തിനായി, ജനാധിപത്യ ഇന്ത്യക്കായി. മതം മതിക്കുന്ന ഇന്ത്യയുടെ, നഗ്നമാക്കപ്പെട്ട ഭാരതാംബയുടെ പുതിയ ചിത്രം ഹൃദയം തകർക്കുന്നു. എഴുത്താണിക്ക് മൂർച്ച കൂട്ടാം, വാക്കും വരിയും വരയും കോർത്തു പിടിക്കാം, പൊരുതാം മതേതര ഭാരതത്തിനായി, ജനാധിപത്യ ഇന്ത്യക്കായി. അങ്ങനെയാണ് പറയുന്നത് സ്വപ്ന ജയൻസ്.